സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ശ്രീനന്ദ, എന്ത് സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്? ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം തന്നെയാണോ? എവിടെയൊക്കെ ആയിരിക്കും അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുക? മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അലേർട്ടുകളായിട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ടോ അങ്ങനെ ഒരു അലേർട്ടും തന്നെ ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. സ്വാഭാവികമായി പറയുന്നതാണ് ഈ 3 മണിക്കൂർ, ഉച്ചയ്ക്ക് ശേഷമുള്ള 3 മണിക്കൂർ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഒരു വെയിലിന്റെ കാഠിന്യം കൂടി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വെയിൽ നല്ല ചൂട് കൂടി നിൽക്കുകയാണ്. അതുപോലെ തന്നെ പക്ഷേ ഈ ഒരു വരും മണിക്കൂറിൽ 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തീരപ്രദേശവാസികളോട് ജാഗ്രത പാലിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ യാതൊരു വിധത്തിലുമുള്ള അലേർട്ടും ഇതുവരെ തന്നെ പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യവും ശ്രദ്ധേയമാണ്. എന്നാൽ ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നും പറയുന്നുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട നേരിയ തോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം മഴക്കാല പ്രതിഭാസത്തിന്റെ ഭാഗമായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ 1.1 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ദേവിക.